എസ് അച്യുതാനന്ദൻ ഇരുന്ന കാലമത്രയും പീഡകരും കയ്യേറ്റക്കാരും ഒരു കയ്യാമം പ്രതീക്ഷിച്ചു. ആ വാക്കുകളുടെ സുരക്ഷയിൽ സ്ത്രീകൾക്ക് ധൈര്യമായി പുറത്തിറങ്ങാനായി. പീഡകരെ കയ്യാമം വയ്ക്കും, തെരുവിലൂടെ നടത്തിക്കുമെന്ന VSന്റെ വിഖ്യാത പ്രസംഗം സ്ത്രീകൾക്ക് നൽകിയ ആത്മധൈര്യം ചില്ലറയൊന്നുമല്ല. കവിയൂർ കിളിരൂർ കേസുകൾ കേരളത്തെ ഞെട്ടിച്ച കാലം. പെൺകുട്ടികളെ പീഡിപ്പിച്ചവരിൽ CPMലെ പ്രമുഖ നേതാക്കളുടെ കുടുംബാംഗങ്ങളുമുണ്ടെന്ന ആരോപണം ശക്തമായിരുന്ന സമയം. കിളിരൂർ കേസിലെ VIP ആരെന്ന് അന്വേഷിക്കണമെന്ന പ്രസ്താവനയുമായി പാർട്ടിയിലെ വനിതാ നേതാവിനെ സംശയത്തിലാക്കി VS രംഗത്തു വന്നു. പാർട്ടിയെ ഇത് പ്രതിരോധത്തിലാക്കിയെങ്കിലും വിഷയത്തിൽ VS എടുത്ത നിലപാട് പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന്റെ ജനസമ്മതി ഉയർത്തി. ഇത്തരം ഒരു പ്രസ്താവന ഇറക്കുന്നതിൽ കാണിച്ചിട്ടുള്ള ആർജവം മാത്രമല്ല, ഇങ്ങനെ കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തിക്കേണ്ടുന്നവരാണ് സ്ത്രീപീഡകർ എന്നുള്ളൊരു ധാരണ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ഏറെ വിജയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് VS അച്യുതാനന്ദൻ. എത്രയാണ്ട് അദ്ദേഹം വിജയിച്ചു എന്നുള്ളതല്ല, അത്തരം ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധ്യമായി എന്നുള്ളതാണ് ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നത്. അതിനു മുൻപ് ഐസ്ക്രീം പാർലർ കേസിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പാർട്ടി ഒന്നിച്ചെടുത്ത നിലപാടിൽ നിന്ന് പിന്നോക്കം പോയെങ്കിലും VS സുപ്രീം കോടതി വരെ പോയി നടത്തിയ ഒറ്റയാൾ പോരാട്ടം നിലപാടിന്റെ കണിശത വ്യക്തമാക്കുന്നതായിരുന്നു. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറത്ത് സ്ത്രീ സംഘടനകളുമായി VS ബന്ധപ്പെടുന്നത് ഐസ്ക്രീം പാർലർ കേസോടെയാണ്. ഐസ്ക്രീം പാർലർ കേസൊക്കെ യഥാർത്ഥത്തിൽ ഒരു ജെന്യൂൻ കേസാണെന്നും ആ കേസിൽ ഞങ്ങളുടെ നിലപാട് ശരിയാണെന്നും അംഗീകരിച്ച് ഞങ്ങൾക്ക് വേണ്ടി അവസാനം വരെ നിന്നിട്ടുള്ള സുപ്രീം കോടതി വരെ പോകാൻ തയ്യാറായിട്ടുള്ളൊരു നേതാവാണ്. കേരളത്തിന്റെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ സ്ത്രീ പീഡന കേസുകൾ മൂർച്ചയേറിയ ചോദ്യങ്ങളായി ആദ്യം ഉന്നയിച്ചത് VS എന്ന നേതാവാണ്. സൂര്യനെല്ലിയിലെ പെൺകുട്ടിയിൽ തുടങ്ങി കിളിരൂർ കേസ് വരെ ഇരകൾക്കൊപ്പം ഉറച്ചുനിന്ന് VS നടത്തിയ പ്രതികരണങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. പഴയകാല രാഷ്ട്രീയ പ്രസംഗങ്ങളിലെ കയ്യടിക്കായുള്ള സ്ത്രീവിരുദ്ധ വാമൊഴികളിൽ നിന്ന് പൂർണ്ണനായി മോചിതനായില്ലെങ്കിലും കാലത്തിനൊപ്പം തന്നെ പുതുക്കി രാഷ്ട്രീയ ശരികൾ ഏതെന്ന തിരിച്ചറിവിലേക്ക് വാർദ്ധക്യകാലത്തും എത്താനായി എന്നതാണ് VS എന്ന നേതാവിനെ മറ്റു പലരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഈ ഒരൊറ്റ ചിത്രം മതി VS എന്ന രാഷ്ട്രീയ ശരിയെ രേഖപ്പെടുത്താൻ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.